നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് മുന്നാട് പീപ്പിൾസ് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബുധനാഴ്ച തിരിതെളിയും. 5 ദിവസങ്ങളിലായാണ് കലോത്സവം. കാസർഗോഡ് കാറിൽ MDMA കടത്തവേ 3 യുവാക്കൾ പിടിയിൽ. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്ത് വാഹന പരിശോധനയ്ക്കിടെയാണ് യുവാക്കൾ പിടിയിലായത്. കേരള അറബിക് മുൻഷി അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് തുടക്കമായി. NA നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. മംഗളൂരുവിൽ മലയാളി യുവാവിനും യുവതിക്കും നേരെ സദാചാര ഗുണ്ട ആക്രമണം. പനമ്പൂർ ബീച്ചിൽ ഇരുവരും ഒരുമിച്ചിരിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്യുകയും കയ്യേറ്റം നടത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു. ബജറ്റ് പ്രഖ്യാപനം. ആഹ്ലാദം പ്രകടിപ്പിച്ച് കാസർഗോഡ് ഫെസ്റ്റോ പ്രകടനം നടത്തി. ജീവനക്കാരെ അവഗണിച്ചുവെന്നാരോപിച്ച് UTEF പ്രതിഷേധം. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം. മാധ്യമ സെമിനാർ ശ്രദ്ധേയമായി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് മുന്നാട് പീപ്പിൾസ് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബുധനാഴ്ച തിരിതെളിയും. 5 ദിവസങ്ങളിലായി 8 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 6700ഓളം കലാപ്രതിഭകൾ 141 ഇനങ്ങളിലായി മാറ്റുരയ്ക്കും. കലോത്സവത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുന്നാട് പീപ്പിൾസ് കോളേജും പരിസരവും, തൊട്ടടുത്ത മുന്നാട് ഗവൺമെന്റ് ഹൈസ്കൂൾ, മുന്നാട് ടൗൺ എന്നിവിടങ്ങളിലാണ് കലോത്സവത്തിനായുള്ള 8 വേദികൾ സജ്ജീകരിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 105 കോളേജിൽ നിന്നും 6646 പ്രതിഭകൾ 141 ഇനങ്ങളിലായി മാറ്റുരയ്ക്കും. തെരുവ് നാടകം കുറ്റിക്കോൾ ടൗണിലും പൂരക്കളി മത്സരം പള്ളത്തിങ്കാലിലും നടക്കും. കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ബുധനാഴ്ച സ്റ്റേജ് തര മത്സരങ്ങൾ നിരൂപകൻ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. കഥാകൃത്ത് PV ഷാജികുമാർ മുഖ്യാതിഥിയായിരിക്കും. 9-നാണ് സ്റ്റേജിന മത്സരങ്ങൾ തുടങ്ങുക. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ, നടി ചിത്ര നായർ എന്നിവർ മുഖ്യാതിഥികളാകും. 11-ന് സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. നടി ഗായത്രി വർഷ, സംവിധായകൻ ആമിർ പള്ളിക്കൽ എന്നിവർ മുഖ്യാതിഥികളാകും. ഉൾനാടൻ പ്രദേശമായതിനാൽ താമസത്തിനും യാത്രയ്ക്കുമുള്ള ബുദ്ധിമുട്ടുകൾ മുന്നിൽ കണ്ട് അവ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കലോത്സവ നടത്തിപ്പിന് നാട്ടുകാർ അകമഴിഞ്ഞ സഹായമാണ് നൽകി വരുന്നതെന്നും 5000-ലധികം പേർ ദിവസവും കലാമേള വീക്ഷിക്കാനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയുടെ ഈ വർഷത്തെ കലോത്സവം 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ മുന്നാട് പീപ്പിൾസ് കോളേജിൽ വെച്ച് നടക്കുകയാണ്. ഭരണഘടനയിലെ മലയാളീകരിച്ച വാക്കുകളാണ്. ഒന്ന് ബഹുസ്വരം, മാനവീയം, മൈത്രി, സമഭാവം, അനുകമ്പ, അൻപ്, സാഹോദര്യം, പൊരുൾ എന്നിങ്ങനെയുള്ള 8 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഓൺ സ്റ്റേജ് പരിപാടികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ വരുന്ന 9-ാം തീയതി വൈകുന്നേരമാണ് ഉദ്ഘാടനം. അതുപോലെ തന്നെ കലോത്സവത്തിൻ്റെ സമാപനം ഈ വരുന്ന 11-ാം തീയതി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംഘാടക സമിതി ചെയർമാൻ CH കുഞ്ഞമ്പു MLA, സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ A അശോകൻ, ജനറൽ കൺവീനർ ബിപിൻ രാജ് പായം, കണ്ണൂർ സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ TP അഖില, ജനറൽ സെക്രട്ടറി T പ്രതീക്, വൈസ് ചെയർപേഴ്സൺ മുഹമ്മദ് ഫവാസ്, മുന്നാട് പീപ്പിൾസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CK ലൂക്കോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് കാറിൽ MDMA കടത്തവേ 3 യുവാക്കൾ പിടിയിൽ. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്ത് വാഹന പരിശോധനയ്ക്കിടെയാണ് യുവാക്കളെ ഹൊസ്ദുർഗ് പോലീസ് പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി 3 യുവാക്കൾ ഹൊസ്ദുർഗ് പോലീസിന്റെ പിടിയിലായി. നീലേശ്വരം തൈക്കടപ്പുറം ഐസ് പ്ലാന്റിന് സമീപം താമസിക്കുന്ന KS ഷാരോൺ, ചെറുവത്തൂർ കൈതക്കാട് സ്വദേശി TC സിറാജ്, ചെറുവത്തൂർ കുഴിഞ്ഞടി സ്വദേശി PS ഷുറൈഫ് എന്നിവരെയാണ് ഹൊസ്ദുർഗ് SI VP അഖിൽ അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്ത് വാഹന പരിശോധനയ്ക്കിടെയാണ് ആൾട്ടോ കാറിന്റെ മുൻവശം ഡാഷ്ബോർഡിൽ നിന്നും MDMA പോലീസ് കണ്ടെടുത്തത്.
7.310 ഗ്രാം MDMA ആണ് പിടികൂടിയത്. ഒരു ഇലക്ട്രോണിക്സ് ത്രാസും ഒരു ഗ്ലാസ് ട്യൂബും 4 ഒഴിഞ്ഞ സിപ്പ് ലോക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധനാ സംഘത്തിന്റെ ഉദ്യോഗസ്ഥരായ KT ഹരിദാസൻ, ഷൈജു, അജയൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിൽ മലയാളി യുവാവിനും യുവതിക്കും നേരെ സദാചാര ഗുണ്ടാ ആക്രമണം. പനമ്പൂർ ബീച്ചിൽ ഇരുവരും ഒരുമിച്ചിരിക്കുന്നത് കണ്ട് ഒരു സംഘം ചോദ്യം ചെയ്യുകയും കയ്യേറ്റം നടത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സംഭവത്തിൽ 4 പേരെ പനമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരു പനമ്പൂർ ബീച്ചിൽ സദാചാര പോലീസ് ചവഞ്ഞ് മലയാളി യുവാവിനും യുവതിക്കും നേരെ ആക്രമണം. യുവതിയും യുവാവും ഒരുമിച്ചിരിക്കെ സംഘം ചോദ്യം ചെയ്യുകയായിരുന്നു. എന്തിനാണ് ഒരുമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് യുവാക്കൾ ഇവരെ ചോദ്യം ചെയ്യുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. കൂടാതെ യുവാവിന്റെയും യുവതിയുടെയും വീഡിയോ പകർത്തുകയും ചെയ്തു. ಅಲ್ಲ ಒಟ್ಟಿಗೆ ಕೂತಿದ್ರ ಜನ ನೋಡ್ತೀರಿ ಮತ್ತೆ ಹೋಗಿ ಮೇಡಮ್ ನೀವು ಒಬ್ರು ಹೋಗ್ಬೇಕಲ್ಲ ಇವ್ರನ್ನ ಏನು ಮೀಟ್ ಮಾಡ್ಲಿಕ್ಕೆ ಮತ್ತೆ ಇವ್ರನ್ನ ಹೆಂಗೆ ಕರ್ಸಿದ್ರಿ ಇವ್ರ ಹೇಗೆ ಬಂದ್ರು ಅಲ್ಲ ಮೇಡಮ್ ಇಲ್ಲಿ ಯಾಕೆ ಹಿಂದೂಗಳು ಇಲ್ವಾ ಫ್ರೆಂಡ್ ಆ ಥರ ಹುಡುಗಿರಿಲ್ವಾ ಫ್ರೆಂಡ್ ಮೇಡಮ್ ಆ ಥರ ಓಕೆ ಮಲ್ಪೆಯಲ್ಲಿ ಇದ್ರೆ ನೀವು ಅಲ್ಲಿಗೆ ಡೈರೆಕ್ಟ್ ಹೋಗ್ಬೇಕಿತ್ತು ಅಲ್ಲೂ ಬೀಚ್ ಇದೆ ಅಲ್ಲ ಈಗ ಹೋಗೋದು ವಿಚಾರ ಅಲ್ಲ ಇಲ್ಲಿ ಇಬ್ಬರು ಇದ್ರಲ್ವಾ 3 ವರ್ಷ ಆಯ್ತು ಇಲ್ಲಿ ನಡೆಯುವುದೇ ಇಲ್ಲ ಪರಿಚಯ ಹೌದು ನಂಬರ್ സംഘത്തിന്റെ അക്രമം തുടർന്നതോടെ യുവതി ഉടൻ തന്നെ പനമ്പൂർ പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് സംഘം എത്തിയാണ് അക്രമികളെ പിടികൂടിയത്. പിലാത്തബെട്ടു സ്വദേശി പ്രശാന്ത് ഭണ്ഡാരി, ബെൽത്തങ്ങാടി സ്വദേശികളായ ഉമേഷ് പി, കീർത്തൻ പൂജാരി, പുത്തല സ്വദേശി സുധീർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ തീവ്ര ഹിന്ദു സംഘടനയിൽപ്പെട്ട പ്രവർത്തകരാണെന്നാണ് വിവരം. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന യുവതി ചില ജോലികൾക്കായി മൽപ്പയിലേക്ക് എത്തിയതായിരുന്നു. അതിനിടയിൽ പനമ്പൂരിൽ വെച്ച് മലയാളിയായ സുഹൃത്തിനെ കണ്ടുമുട്ടി സാഹിത്യ അവാർഡ് ലഭിച്ചതറിഞ്ഞ് യുവതി ആശംസകൾ അറിയിക്കുമ്പോഴാണ് ഏതാനും യുവാക്കൾ തടഞ്ഞു നിർത്തി ഒരുമിച്ചിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പനമ്പൂർ ബീച്ച്, തണ്ണീർബാവി ബീച്ച്, ട്രീ പാർക്ക് പരിസരം എന്നിവിടങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മംഗളൂർ. കേരള അറബിക് മുൻഷി അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് തുടക്കമായി. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ 72ാമത് സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് CH നഗറിൽ തുടക്കമായി. നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബാണ് കേരളത്തിൻ്റെ എൻ്റെ സമുദായമെന്ന് ധൈര്യസമേതം തൻ്റെ പ്രസംഗത്തിലുടനീളം പ്രസംഗിച്ചുകൊണ്ടൊരു സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തിയ മഹാനായ CH മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സ്പീക്കർ പദവിയിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തിളക്കമുള്ള അധ്യായം രചിച്ച് മഹാനായ CH വിട പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം. ഇന്ത്യയിലെ രാഷ്ട്രീയ മേഖലയിൽ ഇപ്പോഴും അത്ഭുതത്തോടു കൂടി കേൾക്കുന്ന ഒരു വാർത്തയാണ്. ദാറുസലാം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കോഴിക്കോട് ജനറൽ മാനേജർ അഡ്വക്കേറ്റ് ഇബ്രാഹിം പള്ളങ്കോട് പ്രമേയ പ്രഭാഷണം നടത്തി. ജനപ്രതിനിധികളായ അബ്ബാസ് ബീഗം, ഷാനവാസ് പാദൂർ, അബ്ദുൽ ഖാദർ ബദരിയ, PA അഷ്റഫ് അലി, ബദറുൽ മുനീർ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PK ഫൈസൽ, കല്ലട്ര മാഹിൻ ഹാജി, അസീസ് കടപ്പുറം എന്നിവർ സംസാരിച്ചു. അബ്ദുൽ മജീദ് K, PC അബ്ദുള്ള, CA അബ്ദുള്ള കുഞ്ഞി ഹാജി ചാല, P ഹംസ മദനി, MA ഹംസ, EI സിറാജ് മദനി, ഹിഷാമുദ്ദീൻ S, സിറാജുദ്ദീൻ SM എന്നിവർ സംബന്ധിച്ചു. സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെ കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണം തുടങ്ങി. ഫെബ്രുവരി 16 സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഒപ്പ് ശേഖരണം നടത്തുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അഖിലേന്ത്യാ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു.
ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെ ഫെബ്രുവരി 16 നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിൻ്റെ മുന്നോടിയായി കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം തുടങ്ങി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് AIRTWF അഖിലേന്ത്യാ സെക്രട്ടറി TK രാജൻ ഒപ്പുശേഖരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ അശ്രദ്ധ കൊണ്ടോ ചികിത്സാപ്പെടുകൊണ്ടോ രോഗി മരിച്ചാൽ നിലവിലുള്ള നിയമം അശ്രദ്ധമായ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ പരമാവധി 2 കൊല്ലം തടവും 5000 പഴയും. അത് മാറ്റി ഈ നിയമത്തിന്റെ പരിധിയിൽ ആദ്യത്തെ രേഖക്കത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ബില്ല് പുറത്തു വന്നപ്പോൾ ഡോക്ടർമാർക്ക് ആ ശിക്ഷയില്ല. ഡോക്ടർമാർ സംഘടിതരാണ്, അവർ രാജ്യത്തെ മാന്യന്മാരാണ്, അവർ മോഡി സർക്കാരിലേക്ക് നിവേദനം കൊടുത്ത് പാർലമെന്റിനകത്തത് എടുത്തു കളഞ്ഞു. ആ നിയമം ഒരു ഭാഗം എടുത്തു കളഞ്ഞു. എന്തേ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ മാത്രം ഈ ശിക്ഷ? ഇതാണ് ജനങ്ങളുടെ മുമ്പായി അവതരിപ്പിക്കുന്നത്. ഒരാൾ മരിച്ചാലും ചികിത്സപ്പെടുന്നവരും മരിച്ചാലും അപകടത്തിൽപ്പെട്ട് മരിച്ചാലും കെട്ടിടം തകർന്ന് മരിച്ചാലും എല്ലാം മരണമല്ലേ? ആ മരണത്തിനെല്ലാം ഒരേപോലെ ശിക്ഷയല്ലേ കൊടുക്കേണ്ടത്? അതിന് പകരം വാഹനം ഓടിക്കുന്ന പ്രത്യേക ശിക്ഷ. ഈ നിയമം മാറ്റണം. അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഗിരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ഡിവിഷൻ സെക്രട്ടറി സത്യജിത്ത് M. രാമൽ, ഷാഫി, രത്നാകര ആൾവ എന്നിവർ നേതൃത്വം നൽകി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് AR ധന്യവാദ് സ്വാഗതം പറഞ്ഞു. ഫിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെ 7, 8 തീയതികളിലും ഒപ്പുശേഖരണം തുടരും. ഫെബ്രുവരി 10 തൊഴിലാളി കുടുംബങ്ങളിൽ പ്രതിഷേധ ജ്വാല തെളിയിക്കും. ഫെബ്രുവരി 16 ദേശീയ പ്രക്ഷോഭത്തിൽ എല്ലാവരും അണിചേരണമെന്നും സംഘടന ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ മൃഗാശുപത്രിക്കടുത്ത് താമസിക്കുന്ന 4ാം തരം വിദ്യാർത്ഥി മകുൽ മരിക്കുവാനിടയായ സംഭവത്തിൽ പകർച്ചവ്യാധി നിയന്ത്രണ ജില്ലാതല ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി. ഡോക്ടർമാരടങ്ങുന്ന സംഘം കുടുംബാംഗങ്ങളിൽ നിന്നും വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. ചിക്കൻ പോക്സ് ബാധിച്ച് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കിടയിൽ മരിച്ച മകുലിന്റെ മരണത്തിന് കാരണം അതല്ലെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നുവെങ്കിലും ആരോഗ്യവകുപ്പ് അധികൃതർ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ നിന്നെടുത്ത് ലാബിൽ അയച്ച സാമ്പിളിന്റെ പരിശോധനാ ഫലം പുറത്തുവന്നു. ചിക്കൻ പോക്സ് പോസിറ്റീവാണെന്ന ഫലമാണ് പുറത്തുവന്നതെന്ന് പകർച്ചവ്യാധി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബേസിൽ പറഞ്ഞു. മകുലിന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ചൊവ്വാഴ്ച ഉച്ചയോടെ പകർച്ചവ്യാധി നിയന്ത്രണ ജില്ലാതല ഓഫീസർ ഡോക്ടർ ഗീത, ഡോക്ടർ ബേസിൽ, എപ്പിഡമോണിസ്റ്റ് K. ഫ്ലോറി എന്നിവർക്കൊപ്പം പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തകരായ PV പ്രകാശൻ, E. പത്മിനി, K. ജയറാം, NE. ശിവകുമാർ, NP. ലിയ കത്തലി, M. സുപ്രിയ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ E. ശശിധരൻ, AK. ഷാജി എന്നിവരും എത്തിയിരുന്നു. അതിഥി തൊഴിലാളിയായ മഹേന്ദ്രന്റെയും ഷെൽവിയുടെയും മകനായ മകുലിന്റെ മരണം കുടുംബാംഗങ്ങളെ തളർത്തിയിരിക്കുകയാണ്. പരിയാരം ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടത്. അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ രോഗി ഗുരുതരാവസ്ഥ ഉണ്ടായിരുന്നത്, ഐസിലാറുണ്ടായിരുന്നത്. അവരുടെ ടെസ്റ്റിങ്ങിലത് ചിക്കൻ ബോക്സ് എന്നുള്ള ഒരു കാര്യമാണ് ബോധ്യമായത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബജറ്റ് പ്രഖ്യാപനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. ജനകീയ ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും പ്രകടനം നടത്തി. കടുത്ത കേന്ദ്ര അവഗണന തുടരുന്ന സാഹചര്യത്തിലും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ചത് ഏറെ ആഹ്ലാദകരമാണെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് വകയിരുത്തിയതായും യോഗം അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ V. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് നികുതി വലിയ രീതിയിൽ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കിയാൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. K. ഭാനുപ്രകാശ്, T. പ്രകാശൻ, KV. രാഘവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ബജറ്റിൽ ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി കാസർഗോഡ് കളക്ട്രേറ്റിന് മുന്നിൽ പ്രകടനവും യോഗവും നടത്തി. പ്രതിഷേധത്തിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. സംസ്ഥാന ബജറ്റിൽ ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ പ്രകടനം നടത്തി. നിരവധി ജീവനക്കാർ പ്രകടനത്തിൽ പങ്കെടുത്തു. ബജറ്റിലുള്ളത് ഒറ്റ
പരിശോധന ഭരണത്തണലിലെത്തും മുമ്പ് ഭരണവിലാസം സംഘങ്ങൾ ആത്ത് വിളിച്ച് പറഞ്ഞു നടന്നു നേടിയെടുത്തോരവകാശങ്ങൾ ഇടതന്മാരുടെ ചൂഷക ഭരണം കവർന്നെടുത്തത് കണ്ടു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KGOU സെക്രട്ടേറിയറ്റ് അംഗം കൊളത്തൂർ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പാലം കിടക്കുവോളം നാരായണ എന്നുള്ളതാണ് ജീവനക്കാരൻ്റെ അനുഭവം. ജീവനക്കാരൻ്റെ മാത്രമല്ല, കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ഈ രീതിയിൽ നട്ടം തിരിയുകയാണ് എന്ന് നമുക്കറിയാം. പാവപ്പെട്ട കുടുംബശ്രീ ജീവനക്കാർ നടത്തിയ ഹോട്ടലിൻ്റെ കഥ നമുക്കറിയാം. അവരുടെ കുടിശ്ശിക ഇതുവരെ ലഭിച്ചിട്ടില്ല. KSRTC കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ KSRTC നഷ്ടത്തിലേക്ക് കടക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരക്കുള്ള വൈദ്യുതി നിരക്ക് ഈടാക്കുന്ന കുത്തക കമ്പനി ഗവൺമെൻറ് ബോർഡായിട്ടുള്ള KSEB, അത് കഴിഞ്ഞ ഗവൺമെൻറ് അധികാരമൊഴിയുമ്പോൾ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരമൊഴിയുമ്പോൾ 1000 കോടിയായിരുന്നു അതിന് കുടിശ്ശികയെങ്കിൽ ഇപ്പോൾ 40,000 കോടിയായി ഉയർന്നിരിക്കുന്നു. വർഷാവർഷം 2 പ്രാവശ്യം നിരക്ക് കൂട്ടിയിട്ട് പോലും അത് നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനെപ്പറ്റി ആലോചിക്കാൻ പോലും കഴിയില്ല. ജില്ലാ ചെയർമാൻ KM ജയപ്രകാശ് അധ്യക്ഷനായി. OM ഷഫീഖ്, AT ശശി, M ശ്രീനിവാസൻ, VM രാജേഷ്, രതി രാജേന്ദ്രൻ, ഗിരീഷ് ആനപ്പെട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുങ്കളിയാട്ട ആഘോഷത്തിന് തുടക്കമിട്ട് ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കലാവേദിയിൽ തിങ്കളാഴ്ച രാത്രി വേറിട്ട സംഗീത വിരുന്നൊരുക്കി. പുല്ലാങ്കുഴൽ വാദകൻ ജയൻ ഈയക്കാട് തൻ്റെ മാന്ത്രിക വിരലിനാൽ സദസ്സിനെ ഇളക്കി മറിച്ചു. പെരുങ്കളിയാട്ട ആഘോഷത്തിന് തുടക്കമിട്ട ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കലാവേദിയിൽ തിങ്കളാഴ്ച രാത്രി വേറിട്ട സംഗീത വിരുന്നൊരുക്കി പുല്ലാങ്കുഴൽ വാദകൻ ജയൻ ഈയക്കാട് തന്റെ മാന്ത്രിക വിരലിനാൽ സദസ്സിനെ ഇളക്കിമറിച്ചു. പുല്ലാങ്കുഴലിൽ മാത്രമല്ല, ആൾട്ടോ സാക്സഫോൺ, സുപ്രനോ സാക്സഫോൺ, റെക്കോർഡർ, ക്ലാർനെറ്റ് തുടങ്ങി 6ൽ പരം സംഗീതോപകരണങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനം കുളിർപ്പിച്ചു. പഴയ തലമുറയുടെയും പുതുതലമുറക്കാരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള സിനിമാ ഗാനങ്ങൾ വേദിയിലും സദസ്സിലും ഇറങ്ങി മാറി മാറി വായിച്ചപ്പോൾ ആസ്വാദകർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പത്മശ്രീ ഡോക്ടർ KJ യേശുദാസ്, KS ചിത്ര, ജയചന്ദ്രൻ, ചിത്ര അയ്യർ തുടങ്ങി പ്രമുഖർക്കൊപ്പം നാട്ടിലും മറുനാട്ടിലും നൂറുകണക്കിന് സംഗീത വേദികളിൽ പങ്കെടുത്തു. 15ാമത് വയസ്സ് മുതൽ പുല്ലാങ്കുഴൽ വായിച്ചു തുടങ്ങിയ ജയൻ അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, ഗൾഫിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലുൾപ്പെടെ സംഗീത പരിപാടികൾ ഇതിനകം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് പ്രിയങ്കരനാവുമ്പോഴും കർണാടകയിലെ മിക്ക വേദികളിലും ജയൻ ഈയക്കാട് സ്ഥിരപരിചിതരാണ്. പതിറ്റാണ്ടിനിടയിൽ ഏതാണ്ട് 1000ൽ പരം വേദികൾ ജയൻ പിന്നിട്ട് കഴിഞ്ഞു. ഭാര്യ പ്രേമ കാസർഗോഡ് റവന്യൂ വകുപ്പിൽ ക്ലർക്കാണ്. മകൻ പ്രണവ് പ്രകാശ് കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥിയാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സത്യാനന്തര കാലത്തെ മാധ്യമ വിചാരം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. മാധ്യമ പ്രവർത്തകനും നിയമ വിദഗ്ധനും മുൻ MP-യുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സത്യാനന്തര കാലത്തെ മാധ്യമ വിചാരം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മാധ്യമ പ്രവർത്തകനും നിയമവിദഗ്ധനും മുൻ MP-യുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. സത്യത്തെ സ്വീകരിക്കുന്നതിനും അസത്യത്തെ തിരസ്കരിക്കുന്നതിനുമുള്ള പ്രാപ്തി ജനങ്ങൾ സ്വയം ആർജിക്കേണ്ട കാലത്തിലാണ് നാം ഇന്ന് വർത്തിക്കുന്നതെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അഭിപ്രായപ്പെട്ടു. മാധ്യമരംഗത്ത് കേരളത്തിലും സഹിഷ്ണുത കുറഞ്ഞു വരികയും ഭയം ദേശീയ തലത്തിൽ തന്നെ മൂടൽമഞ്ഞ് പോലെ പെയ്തിറങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് സത്യത്തെ പൂർണ്ണമായും തമസ്കരിക്കപ്പെടുകയും സത്യമറിയാനുള്ള അവകാശത്തെ മലിനപ്പെടുത്തുകയുമാണെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. മുൻ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ VPP മുസ്തഫ മോഡറേറ്ററായിരുന്നു. A മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരായ VK രവീന്ദ്രൻ, അരവിന്ദൻ മാണിക്കോത്ത്, പെരുങ്കളിയാട്ട ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പ്രമോദ് കാടങ്കോട്, E രാഘവൻ, P പ്രസാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജയൻ ഈയക്കാടിന്റെ സാക്സോഫോൺ ഫ്യൂഷൻ മ്യൂസിക് ഷോ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കുമ്പള FC സ്പോർട്സ് കാർണിവൽ ഏപ്രിൽ 18 മുതൽ 28 വരെ നടക്കും. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കാർണിവൽ ഉത്തര കേരളത്തിൻ്റെയും ദക്ഷിണ കർണാടകയുടെയും ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡിന്റെ മണ്ണിൽ കായിക പ്രേമികളുടെ ആവേശം വാനോളം ഉയർത്താൻ ഉത്തര മലബാറിന്റെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുമ്പള FC സ്പോർട്സ് കാർണിവൽ കാസർഗോഡ് വരുന്നു. 2024 ഏപ്രിൽ 18 മുതൽ 28 വരെ വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കാർണിവൽ ഉത്തര കേരളത്തിന്റെയും ദക്ഷിണ കർണാടകയുടെയും ചരിത്രത്തിൽ ആദ്യത്തേതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20ഓളം കായിക താരങ്ങളെ തിരഞ്ഞെടുത്ത് അവർക്കാവശ്യമായ 3 വർഷത്തെ റെസിഡൻഷ്യൽ ഫുട്ബോൾ ക്യാമ്പ്, ഭക്ഷണം, താമസം, ഡിഗ്രി വിദ്യാഭ്യാസം, ഫുട്ബോൾ റഫറിംഗ് സർട്ടിഫിക്കേഷൻ എന്നീ സൗകര്യങ്ങളോടെ പുതിയ താരങ്ങളെ സൃഷ്ടിച്ച് ജില്ലയുടെ കായിക മേഖലകളിൽ വലിയ ഉയരം കീഴടക്കാനുള്ള നിതാന്ത പരിശ്രമത്തിന്റെ ഭാഗമായാണ് സ്പോർട്സ് കാർണിവൽ ഒരുക്കുന്നത്. കണ്ടും കേട്ടും പരിചയമില്ലാത്ത മത്സര ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ സ്പോർട്സ് കാർണിവൽ കായിക കേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നായിരിക്കും. കാർണിവലിന്റെ ഭാഗമായി കൺസ്യൂമർ സ്റ്റാളുകൾ, കിഡ്സ് പാർക്ക്, കേരളത്തിന്റെ തനത് രുചികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷ്യമേള, മികച്ച സിനിമാ താരങ്ങളുടെ നേതൃത്വത്തിൽ കലാവിരുന്ന്, കാർണിവൽ എന്നിവ പവലിയനെ വേറിട്ടതാക്കും. നമ്മുടെ നാട്ടിലെ സ്കൂളിലെയും കോളേജിലെയും അക്കാഡമികളുണ്ട്, ഫുട്ബോൾ അക്കാഡമിയുണ്ട്, ക്രിക്കറ്റ് അക്കാഡമികൾ കുറച്ച് സൃഷ്ടിച്ചു വരുന്ന കാലമാണ്. കബഡി ഉണ്ട്, വോളിബോൾ ഉണ്ട്. ഈ അക്കാഡമികളൊക്കെ മത്സരിപ്പിച്ചുകൊണ്ട് 150 മത്സരങ്ങൾ വരുന്നത് പോലെയാണ് നമ്മൾ ഈ മത്സരം നടത്തുന്നത്. അതാണ് 10 ദിവസം ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒന്നിച്ച് കാർണിവൽ എന്ന് പറയുമ്പോൾ അതിന് എക്സിബിഷൻ വരും, ഫുഡ് കോർട്ട് വരാം, അതേപോലെ സ്പോർട്സിൻ്റെ മാർക്കറ്റിംഗ്, അതായത് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഷോ ഔട്ട് ഉണ്ടാവും, എക്സിബിഷൻ, സ്പോർട്സ് എക്യുപ്മെന്റ്സ്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അഷ്റഫ് കർല, ഇവന്റ് കോർഡിനേറ്റർ ഇബ്രാഹിം കലീൽ, പ്രോഗ്രാം കോർഡിനേറ്റർ സുകുമാരൻ കുതിരപ്പാടി, പ്രോഗ്രാം ഷോ ഡയറക്ടർ ഷൗക്കത്ത് ലൂക്ക എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. YMK വില്ലാസ് എതിർത്തോട് ബദർ നഗറിൽ പണി പൂർത്തിയാക്കിയ 6 വീടുകളുടെ താക്കോൽ കൈമാറ്റവും ഇശൽ രാവും ഫെബ്രുവരി 10 രാത്രി 7 മണിക്ക് എതിർത്തോട് ബദർ നഗറിൽ നടക്കും. ഉദ്ഘാടനവും താക്കോൽ ദാനവും സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ അൽ ബുഖാരി കുന്നുങ്കൈ നിർവഹിക്കും. ദീർഘകാലം എതിർത്തോട് മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും സാമൂഹ്യ സാംസ്കാരിക മതരാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന വൈ മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ സ്മരണാർത്ഥമാണ് സാധാരണക്കാരായ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി മുഴുവൻ പണിയും പൂർത്തീകരിച്ച് കോമ്പൗണ്ടോട് കൂടിയ 6 വീടുകൾ നൽകുന്നത്. കലന്തർ ഡ്രീം ഹോം ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എതിർത്തോട് ബദർ നഗറിലാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. വീടുകളുടെ താക്കോൽ കൈമാറ്റവും ഒപ്പം പഴയകാല മാപ്പിളപ്പാട്ടുകളുടെ രാജകുമാരി കണ്ണൂർ സീനത്തും ടീനേജുകാരുടെ ഹരമായി മാറിയ തൻസീർ കൂത്തുപറമ്പും സംഘവും അവതരിപ്പിക്കുന്ന ഇശൽരാവും നടക്കും. ഫെബ്രുവരി 10 രാത്രി 7 എതിർത്തോട് ബദർ നഗറിലാണ് പരിപാടി. ഉദ്ഘാടനവും താക്കോൽദാനവും സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ അൽ ബുഖാരി കുന്നുങ്കൈ നിർവഹിക്കും. അബ്ദുൽ നാസർ യമാനി പ്രാർത്ഥന നിർവഹിക്കും. കലന്തർ ഡ്രീം ഹോം ചെയർമാൻ ഇ അബ്ദുള്ള കുഞ്ഞി സ്വാഗതം പറയും. വിദ്യാനഗർ SI വിജയൻ മേലോത്ത് മുഖ്യാതിഥിയായിരിക്കും. ഇ അബൂബക്കർ ഹാജി, അൻഷിഫ അർഷാദ്, സലീം എടനീർ, വേണുഗോപാൽ, അനസ് എതിർത്തോട് എന്നിവർ സംസാരിക്കും. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർക്ക് വേണ്ടി സ്ഥലം ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ മുഴുവൻ പണി തീർത്തിട്ടുള്ള വീടുകളാണ് ഈ 6 പേർക്കും ഞങ്ങൾ കണ്ടെത്തിയിട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ വരുന്ന ഫെബ്രുവരി 10 അതിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങാണ് നടക്കുന്നുള്ളത്. അപ്പോൾ അത് ഫസൽ കോയമ്മ തങ്ങൾ അൽ ബുഖാരി അവർ താക്കോൽ വിതരണവും അതുപോലെ തന്നെ നാട്ടിലെ കാരണവന്മാരായ ഏകദേശം 20ഓളം പ്രമുഖരെയും ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. ഇ അബ്ദുള്ള കുഞ്ഞി, ഹുസൈൻ ബേർക്ക, അനസ് എതിർത്തോട്, നാസർ കാട്ടുകൊച്ചി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുതുക്കിപ്പണിത മലങ്കര റഹ്മാനിയ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നടന്നു. കുമ്പോൽ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളും സയ്യിദ് ആറ്റക്കോയ തങ്ങളും സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടൊപ്പം മതവിജ്ഞാന സദസ്സിനും തുടക്കമായി. പുതുക്കിപ്പണിത മലങ്കര റഹ്മാനിയ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കുമ്പോൽ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളും സയ്യിദ് ആറ്റക്കോയ തങ്ങളും സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു. 56ാം റിഫായി ദഫ് റത്തീബ് നേർച്ചയുടെ ഭാഗമായി 6 ദിവസത്തെ മതവിജ്ഞാന സദസ്സും ആരംഭിച്ചു.
ഇതോടൊപ്പം 56-ാം റിഫായി ദഫ് റാത്തീബ് നേർച്ചയുടെ ഭാഗമായി 6 ദിവസത്തെ മതവിജ്ഞാന സദസ്സും ആരംഭിച്ചു. മജീദ് ഭാഗവി തളങ്കര പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദീർഘകാലം ജമാഅത്ത് സെക്രട്ടറിയായിരുന്ന ഐ മൊയ്തീൻകുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ, അബ്ബാസ് ഫൈസി പുത്തിക എന്നിവർ സംസാരിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുല്ല മൗലവി അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, എൻമകജി പഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖര JS, പുത്തിക പഞ്ചായത്ത് പ്രസിഡന്റ് D സുബ്ബണ്ണ ആൾവ എന്നിവർ സംബന്ധിച്ചു. പരിസര മഹലിലെ ഖത്തീബ്മാരായ മൊയ്തു സഅദി, മുഹമ്മദ് സഅദി ചെങ്കള, അബ്ദുൽ ഹമീദ് സഖാഫി, മുഹിയുദ്ദീൻ ഹിമാമി തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. മതവിജ്ഞാന സദസ്സിൽ രാത്രി മുഹമ്മദ് സലീം ഭാഗവി അൽവാരിസി മുഖ്യപ്രഭാഷണം നടത്തി. നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഹനീഫ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഫെബ്രുവരി 10 വരെ പ്രഗത്ഭരായ മതപണ്ഡിതന്മാർ പ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ശ്രീ കാളികാംബ മഠ വിശ്വബ്രാഹ്മണ യുവസംഘത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിശ്വരൂപം യുവജന സമ്മേളനം ഫെബ്രുവരി 11 മധൂർ ശ്രീ കാളികാംബ മഠത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് ഉളിയത്തെടുക്ക ശക്തിഭജന മന്ദിര പരിസരത്തിൽ നിന്നും ബൈക്ക് റാലി, ശോഭയാത്ര എന്നിവ ആരംഭിക്കും. 9:30 HDFC മുംബൈ മേഖല പ്രാദേശിക വൈസ് പ്രസിഡന്റ് മനീഷ് ആചാര്യ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് സെമിനാറും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സംവാദ പരിപാടികളും നടക്കും. 3 മണിക്ക് കാളഹസ്തേന്ദ്ര സ്വാമിയുടെ സാന്നിധ്യത്തിൽ യുവജന സമ്മേളനം നടക്കും. മധൂർ കാളികാംബ മഠത്തിൽ സേവനമനുഷ്ഠിച്ച മുതിർന്ന ഭാരവാഹികളെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ಈ ಯುವ ಸಮಾವೇಶದಲ್ಲಿ ಯುವಕರು ಈಗ ನಮ್ಮ ಕ್ಷೇತ್ರಗಳಿಗೆ ಅಥವಾ ಸಮಾಜದ ಬಗ್ಗೆ ಹತ್ತಿರ ಬರೋದು ಭಾಳಷ್ಟು ಕಡಿಮೆ. ಆ ದೃಷ್ಟಿಯಲ್ಲಿ ಸಂಘಟಿಸಿ ಆ ಮೂಲಕ ಸಮಾಜದ ಏಳಿಗೆಗಾಗಿ ಈ ಒಂದು ಸಂಘಟನೆ. ಹಾಗಾಗಿ ಇವರು ಈಗಾಗಲೇ ಯುವ ಸಮಾವೇಶ ನಾಡ್ದು 11ನೇ ತಾರೀಕಿಗೆ ನಡೆಯಲಿಕ್ಕಿದೆ. ಈ ಒಂದು ಸಮಾವೇಶದಲ್ಲಿ ದಿವ್ಯ ಸಾನ್ನಿಧ್ಯವನ್ನು ಪರಮಪೂಜ್ಯ ಜಗದ್ಗುರು ಅನಂತಶ್ರೀ ವಿಭೂಷಿತ ಕಾಳಹಸ್ತೇಂದ್ರ ಸರಸ್ವತಿ ಮಹಾಸ್ವಾಮಿಗಳವರು ವಹಿಸಲಿಕ್ಕಿದ್ದಾರೆ. ಹಾಗೆ ಇದು ನಮ್ಮ ಕುಲಗುರುಗಳು ಆಗಿದ್ದಾರೆ. ಹಾಗಾಗಿ ಆ ಮಧ್ಯೆ ಅಧ್ಯಕ್ಷತೆಯನ್ನು ಶ್ರೀ ಲೋಕೇಶ್ MB ಆಚಾರ್ಯ ಕಂಬಾರು, ಇವರು ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ, ಶ್ರೀಮದ್ ಆನಗುಂದಿ ಮಹಾಸಂಸ್ಥಾನ ಪಡುಕುತ್ಯಾರು ಕಟ್ಪಾಡಿ ಇವರು. ಹಾಗೆಯೇ ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿ ಶ್ರೀಧರಾಚಾರ್ಯ ಒಡೆಯರ್ ಹೋಬಳಿ ಅವರ ಅಧ್ಯಕ್ಷರು, ಶ್ರೀಮದ್ ಆನಗುಂದಿ ಮಹಾಸಂಸ್ಥಾನ ಪಡುಕುತ್ಯಾರು. K. പ്രഭാകർ ആചാര്യ കോട്ടക്കാർ, മഹേഷ് ആചാര്യ മധൂർ, വരപ്രസാദ് ആചാര്യ കമ്പാർ, Y. ധർമ്മേന്ദ്ര ആചാര്യ മധൂർ, K. ജഗദീഷ് ആചാര്യ കമ്പാർ, ശരത് KJ ആചാര്യ കമ്പാർ, ശീതൾ ആചാര്യ കാസർഗോഡ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് മുന്നാട് പീപ്പിൾസ് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബുധനാഴ്ച തിരിതെളിയും. 5 ദിവസങ്ങളിലായാണ് കലോത്സവം. കാസർഗോഡ് കാറിൽ MDMA കടത്തവെ 3 യുവാക്കൾ പിടിയിൽ. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്ത് വാഹന പരിശോധനയ്ക്കിടെയാണ് യുവാക്കൾ പിടിയിലായത്. കേരള അറബിക് മുൻഷി അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് തുടക്കമായി. NA നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. മംഗളൂരുവിൽ മലയാളി യുവാവിനും യുവതിക്കും നേരെ സദാചാര ഗുണ്ട ആക്രമണം. പനമ്പൂർ ബീച്ചിൽ ഇരുവരും ഒരുമിച്ചിരിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്യുകയും കയ്യേറ്റം നടത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു. ബജറ്റ് പ്രഖ്യാപനം ആഹ്ലാദം പ്രകടിപ്പിച്ച് കാസർഗോഡ് ഫെസ്റ്റോ പ്രകടനം നടത്തി. ജീവനക്കാരെ അവഗണിച്ചുവെന്നാരോപിച്ച് UTEF പ്രതിഷേധം. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം മാധ്യമ സെമിനാർ ശ്രദ്ധേയമായി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.